ഇന്നലെ ജിയോ ഹോട്ട്സ്റ്റാറിൽ ദൃഢം സിനിമ കണ്ടു. അതിൽ എൻ്റെ പ്രിയപ്പെട്ട ശോഭി തിലകൻ അതിമനോഹരമായ കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. തിയേറ്ററിൽ പോയിട്ട് കാണുന്നതൊക്കെ എന്നോട് പറഞ്ഞു കേട്ടോ. സമയം കിട്ടാത്തതുകൊണ്ട് കാണാൻ പറ്റിയില്ല. എന്നാൽ അതുകൊണ്ട് തന്നെ ഇത് OTT റിലീസായ ആ സമയം തന്നെ ഞാൻ ആ സിനിമ കണ്ടു. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മനോഹരമായ ഒരു കഥാപാത്രമാണ് ASA കൃഷ്ണൻ. വളരെ ഭംഗിയായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുകയും അഭിനന്ദിക്കുകയൊക്കെ ചെയ്ത കൂട്ടത്തിൽ ഇടയ്ക്ക് പറഞ്ഞു, കിഷോർജി ഇടയ്ക്കിടയ്ക്ക് അച്ഛനൊന്ന് കയറിപ്പോയ പോലെ തോന്നുന്നു. സ്വാഭാവികമായിട്ടും ആ കഥാപാത്രത്തിൻ്റെ ചില ഏരിയാസിലൊക്കെ തിലകൻ ചേട്ടൻ്റെ ചില ഒരു അനുരണനങ്ങൾ അതിലൂടെ വന്നു പോയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ശോഭിച്ചേട്ടാ അതിനകത്ത് ഒരു കുഴപ്പമില്ല, കാരണം അങ്ങയുടെ പിതാവ് മഹാനായ തിലകനാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അച്ഛൻ്റെ ഒരു പാരമ്പര്യം, ഒരു ലെഗസി നമ്മളിൽ അറിയാതെ വന്നു ചേരും. അല്ലാതെ നമ്മൾ ബോധപൂർവം, ഞാൻ അഭിനയിച്ചാൽ ഒരുപക്ഷെ ബോധപൂർവം അങ്ങനെ അഭിനയിക്കുന്ന പോലെ വരും. അതല്ലാതെ അങ്ങയിൽ നിന്നും നാച്ചുറലായിട്ട് വന്നിട്ടുള്ളതാണ്. ആ സമയത്ത് എനിക്ക് തിലകൻ ചേട്ടനുമായിട്ടുള്ള പേഴ്സണൽ എക്സ്പീരിയൻസും ഞാൻ ശോഭിച്ചേട്ടനോട് പറഞ്ഞിരുന്നു. അത് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സിനിമയൊന്നും അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിന് മരിക്കുന്നതിന് കുറേ നാളുകൾ മുൻപ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ കുറച്ച് മോശമായ സമയത്ത് ഏഷ്യാനെറ്റിന് വേണ്ടിയിട്ടൊരു ഷോ നമ്മൾ ചെയ്തിരുന്നു. ഞാനായിരുന്നു ഷോയുടെ ആങ്കർ. തിലകൻ ചേട്ടനും സിദ്ദിഖയും നവിയുമായിരുന്നു ജൂറി പാനൽ. അപ്പോൾ ജൂറി പാനലിൽ ഉള്ള ആൾക്കാരെ ഇടയ്ക്ക് സ്റ്റേജിലോട്ട് ക്ഷണിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ തിലകൻ ചേട്ടന് സ്റ്റേജിലോട്ട് കൊണ്ടുവരുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിന് നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിക്കും. അപ്പം നമ്മൾ കൈ നീട്ടി പിടിക്കാൻ ചില പറയും, പിടിക്കരുത്. അപ്പം എന്താണെന്ന് വെച്ചാൽ പുള്ളി പറയുന്നത് ഞാൻ പിടിക്കും, അതായത് അദ്ദേഹത്തിൻ്റെ കംഫർട്ട് അനുസരിച്ചിട്ട് ഞാൻ പിടിക്കും എന്ന് പറഞ്ഞ് നമ്മൾ കൈ നീട്ടി കൊടുത്താൽ മതി. അദ്ദേഹത്തിൻ്റെ സൗകര്യത്തിനനുസരിച്ച് പിടിക്കും. ഞാൻ അദ്ദേഹത്തെ ഈ കൈകൾ ചേർത്ത് പിടിച്ച് സ്റ്റേജിലോട്ട് കൊണ്ടുപോകും. ഇടയ്ക്കൊന്ന് കാലിടുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഒന്ന് നമ്മൾ പിടുത്തം മുറുക്കും. പിടിക്കരുതെന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് ചിരിയോടെ പറഞ്ഞ് അദ്ദേഹത്തെ സ്റ്റേജിൽ കൊണ്ടുപോകേണ്ട ഒരു ഭാഗ്യം 2 ദിവസം ഞാൻ അനുഭവിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചില്ലെങ്കിലും എൻ്റെ കൈകളിൽ ആ മഹാനടൻ്റെ കൈകൾ കുറേ സമയം സ്നേഹത്തോടെ ഇരിക്കുകയും ആ സ്പർശം അനുഭവിക്കാനും സാധിച്ചത് ഞാനൊരു മഹാഭാഗ്യമായിട്ടും അനുഗ്രഹമായിട്ടും കരുതുന്നു. ഈ ഒരു ഓർമ്മയും കൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ഇതുപോലെ പലയിടത്തും ശോഭിച്ചേട്ടൻ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടുവന്ന് കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തിലകൻ ചേട്ടൻ്റെ ഒരു സന്തോഷം, മഹാനടനായ തിലകൻ ചേട്ടൻ്റെ മകനായ ശോഭി തിലകൻ്റെ ഈ ഒരു കഥാപാത്രം വളരെ ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങൾ ദൃഢം സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ജിയോ ഹോട്ട്സ്റ്റാറിലുണ്ട്, കാണുക. ആ കഥാപാത്രം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ അദ്ദേഹത്തിന് ഏറെ സന്തോഷമായിരിക്കും. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വർത്തമാനമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.